ജ്വാലയാ ഇന്നലകൾ പാഠമാണ്, നാളെയാണ് പ്രതിഫലം. ഇന്നിതാണ് കർമ്മഭൂമി, അണിയണിയായി നീങ്ങുക. ഉറച്ചൊരി കരങ്ങളെ ഉയർത്തി നാം വിളിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, 1967 കേരളക്കരയിലെ മുസ്ലിം യുവജനങ്ങൾക്കിടയിൽ ആദ്യമായി രൂപീകൃതമായ യുവജന സംഘടനയായ ISM, ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ, 2012 ഡിസംബർ 21 മുതൽ 23 കൂടിയ 3 ദിവസങ്ങളിൽ അതിൻ്റെ സ്ഥാപക പട്ടണമായ പാലക്കാട് വെച്ച് കേരള യുവജന സമ്മേളനം എന്ന പേരിൽ ഒരു വലിയ സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. വിശ്വാസവിശുദ്ധി, സമർപ്പിത യൗവനം എന്നുള്ളതാണ് ഈ യുവജന സമ്മേളനത്തിന് ISM തെരഞ്ഞെടുത്തിട്ടുള്ള പ്രമേയം. വർത്തമാന കാലത്ത് ഈ പ്രമേയത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ന് കൈരളിയുടെ വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത് ദിശാബോധമില്ലാത്ത യുവജനങ്ങളാണ്. ഒരു ദിവസം കേരളക്കരയിൽ രജിസ്റ്റർ ചെയ്യുന്ന ക്രൈമുകളിൽ 97% പ്രതികളും 15-നും 40-നും മധ്യേ പ്രായമുള്ളവരാണെന്നുള്ളതാണ് പോലീസ് രേഖകളിലെ സുവ്യക്തമായ കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. കൈരളി, കേരളം സാംസ്കാരികമായി വളരെയേറെ ഉയർന്ന ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ആളുകൾക്കും എഴുത്തും വായനയും ഉണ്ടെന്ന് വിപുലമായ ഒരു സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിച്ച സംസ്ഥാനമാണ്. വിദ്യാസമ്പന്നരുടെ എണ്ണം കൊണ്ട് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ അസൂയയോടെയാണ് കേരളത്തിലേക്ക് നോക്കുന്നത്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ അറിയപ്പെടുന്ന ഒരുപടി ആളുകളെ സംഭാവന ചെയ്ത നാടാണ് കേരളം. പക്ഷേ വർത്തമാനകാല കേരളത്തെ കൃത്യമായി നാം പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് മാത്രമല്ല, വരാനിരിക്കുന്ന ഒരുപാട് തലമുറകളെ സാരമായി ബാധിക്കും വിധമുള്ള ഒരു വഴിവിട്ട യാത്രയിലാണോ കൈരളിയുടെ പുതിയ തലമുറ എന്ന് സംശയിക്കുന്നിടത്താണ് കാര്യമെത്തി നിൽക്കുന്നത്. സ്വാഭാവികമായും മുസ്ലിങ്ങളിലെ ഒരു ന്യൂനപക്ഷമായ മുജാഹിദ് യുവജന പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ ഈ മേഖലയിൽ
എന്തു ചെയ്യാൻ കഴിവുള്ളവരാണ് എന്ന് ആശങ്കയുള്ളവർ ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാവും. എന്നാൽ കേരളത്തിന്റെ ദിശ നിർണയിക്കുമാറ് തന്നെ കേരളീയ യൗവനത്തിന്റെ ദിശ നിർണയിക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള പ്രമേയങ്ങളും ചർച്ചകളും സമ്മേളനങ്ങളും നടത്തി തങ്ങളുടെ കഴിവും പ്രാപ്തിയും തെളിയിച്ചവരാണ് ഈ സംഘടനയുടെ മുൻകാല സാരഥികൾ എന്നതുകൊണ്ട് തന്നെ മുസ്ലിം കൈരളിയുടെ മുമ്പിൽ വളരെ ബോധപൂർവമാണ് വിശ്വാസ വിശുദ്ധി സമർപ്പിത യൗവനം എന്ന ഈ പ്രമേയം ISM ഉയർത്തുന്നത്. ഇത് സാധ്യമാകുന്നിടങ്ങളിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കണം. നമ്മളോട് സമരസപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ സഹവർത്തിത്വം സ്വീകരിച്ചുകൊണ്ട് സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് ആരൊക്കെ രംഗത്തുനിന്ന് വരുന്നുവോ അവരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് അവരുടെയൊക്കെ കൂടെ നിന്നുകൊണ്ട് കേരളീയ യുവത്വത്തെ തിരിച്ചു കൊണ്ടുവരാൻ സമൂഹത്തിനും സമുദായത്തിനും ലോകത്തിനും വേണ്ടി അവർക്ക് അവരുടെ അനുഗ്രഹങ്ങൾ സമർപ്പിക്കാൻ പര്യാപ്തമായ ഒരു ദിശ നിർണയിച്ചു കൊടുക്കാൻ തങ്ങളാൽ ആവുന്നത് ചെയ്യുക എന്നുള്ള ഏക ലക്ഷ്യമാണ് ISM 2012 ഡിസംബറിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കേരള യുവജന സമ്മേളനം കൊണ്ട് ലക്ഷ്യമാക്കിയിട്ടുള്ളത്. ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ പ്രഖ്യാപനമാണ് കോഴിക്കോടിന്റെ മണ്ണിൽ കൊയിലാണ്ടി പട്ടണത്തിൽ ഇപ്പോൾ ആരംഭിക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും ഏകദേശ ധാരണയുള്ള ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ്, ജിഹാദ് എന്നുള്ള പദങ്ങൾ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുവെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ഇത് പേരായി സ്വീകരിച്ച പ്രസ്ഥാനത്തിന്റെ ആളുകളെ ഇന്നും ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും കാണുകയും സമീപിക്കുകയും ചെയ്യുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ സമൂഹത്തെയും സമുദായത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ട് നാളിതുവരെ നടത്തിയതും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ISM പ്രഖ്യാപിച്ചിട്ടുള്ള മുസ്ലിം കേരളത്തിലെ മുഴുവൻ യുവജന പ്രസ്ഥാനങ്ങളെയും അണിനിരത്താൻ സാധിക്കുമാറുള്ള കേരള യുവജന സമ്മേളനത്തിനും അത്തരത്തിലുള്ള ഒരു സഹകരണം അല്ലെങ്കിൽ പിന്തുണ കേരളത്തിലെ ജനസാമാന്യങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ തന്നെ ഈ പ്രഖ്യാപന സമ്മേളനത്തിന്റെ പ്രാരംഭ നടപടിയായ സ്വാഗത ഭാഷണത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ സമ്മേളനം നിയന്ത്രിക്കുന്നത് ISMന്റെ സമാദരണീയനായ വൈസ് പ്രസിഡന്റ് ജാഫർ വാടിവേൽ അവറുകളാണ്. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കേരള നദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനാബ് CP ഉമർ സുല്ലമി അവറുകളാണ്. അദ്ദേഹത്തെ ഹാർദമായി നിങ്ങൾക്ക് വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ നേർന്നുകൊണ്ട് സ്ഥലം MLA ശ്രീ M ദാസൻ, ISMന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അബ്ദുറഹ്മാൻ അൻസാരി, KP സക്കരിയ മൗലവി എന്നിവർ നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഈ മാന്യ സഹോദരങ്ങളെയും ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് മുഖ്യ അതിഥിയായി ഇവിടെ ലഭിച്ചിട്ടുള്ളത് പ്രമുഖ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിൽ അവഗാഹമുള്ള ഹൈദരാബാദ് സ്വദേശിയായ ബഹുമാന്യ പണ്ഡിതൻ മൗലാന അർഷാദ് ബഷീർ അൽ മദനി അവറുകളാണ്. നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമ്മേളന പ്രമേയം വിശ്വാസ വിശുദ്ധി സമർപ്പിത യൗവനം എന്ന ഈ പ്രമേയത്തിന്റെ രണ്ട് ഭാഗങ്ങൾ യുവ പണ്ഡിതന്മാരായ മമ്മൂട്ടി മുസ്ലിയാർ, ഇർഷാദ് സ്വലാഹി എന്നിവർ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. സമാപന പ്രഭാഷണം നടത്തുന്നത് ദീർഘകാലം ISMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ കേരള നദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന ട്രഷററുമായ ബഹുമാന്യനായ M സലാഹുദ്ദീൻ മദനി അവറുകളാണ്. ബഹുമാന്യരായ ഈ മൂന്ന് പണ്ഡിതന്മാരെയും ആദരപൂർവം നിങ്ങൾക്ക് വേണ്ടി
ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രഖ്യാപന സമ്മേളനം കേൾക്കുന്നതിനും വിജയിപ്പിക്കുന്നതിനുമായി എത്തിച്ചേർന്നിട്ടുള്ള സംഘടനകളുടെ വിവിധ ഘടകങ്ങളിലെ പ്രതിനിധികളെ വളരെ സന്തോഷപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് യോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ബഹുമാന്യനായ അധ്യക്ഷൻ ജാഫർ വാണിമേലിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. സദഖല്ലാഹുൽ അലീം. വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തികളെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ സമകാലിക കേരളം ആവശ്യപ്പെടുന്ന സുപ്രധാനമായ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ടുള്ള പ്രയാണത്തിൻ്റെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ജീവിതത്തിൻ്റെ ലക്ഷ്യബോധം മറന്നുപോവുകയും എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നതിനെക്കുറിച്ച് ആലോചിക്കാതെ ജീവിതം തുലച്ചു കളയുകയും ചെയ്യുന്ന കൊട്ടേഷൻ സംഘങ്ങളുടെ പിടിയിലും മദ്യലഹരിയുടെ ആസക്തിയിലും വൃത്തികേടുകളുടെ തടവറയിലും കഴിയുന്ന യൗവനത്തെ പ്രത്യേകിച്ചും മാതൃകകളില്ലാതെ ഉഴറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന് പൊതുവിലും ചെയ്യുവാനുള്ള ബാധ്യത എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വിശ്വാസ വിശുദ്ധി സമർപ്പിത യൗവനം എന്ന പ്രമേയത്തിലൂടെ ISM ലക്ഷ്യം വെക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് കോട്ടമൈതാനിയിൽ മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സമ്മേളനത്തിൻ്റെ പ്രചാരണങ്ങൾ പാതിവഴിയിലെത്തിയപ്പോഴാണ് ഇന്ത്യ രാജ്യത്ത് വർഗീയതയുടെ ക്രൂരമായ അരങ്ങേറ്റമുണ്ടായത്. ആ സമയത്ത് മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാതിവഴിയിലെത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് നാം അവിടെ സമ്മേളനം സംഘടിപ്പിച്ചു. അന്ന് നിർത്തിവെച്ച ആ പ്രമേയം ഇക്കഴിഞ്ഞ വേനൽക്കാലത്ത് കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അന്ന് ബാക്കിയാക്കിയ പാതിവഴി പൂർത്തിയാക്കുകയും ചെയ്ത ശേഷമാണ് പുതിയ ഒരു പ്രമേയവുമായി സമൂഹത്തിന് ദിശാബോധം നൽകുന്ന, പ്രയാസങ്ങളിൽ വഴികാണാതെ എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ, വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ച പഴയ നാടകഗാനത്തിന് ഉത്തരമെന്ന വണ്ണം വേർ ഇസ് ദ ലൈഫ് ദാറ്റ് വി ലോസ്റ്റ് ഇൻ ലിവിങ്, വേർ ഇസ് ദ വിസ്ഡം ദാറ്റ് വി ലോസ്റ്റ് ഇൻ നോളജ് എന്ന് TS എലിയട്ട് ആകുലപ്പെട്ട് ചോദിച്ച ആ ചോദ്യത്തിന് ഒരു ഉത്തരമെന്ന വണ്ണം ഫഅൈന തദ്ഹബൂൻ ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം എന്ന് അല്ലാഹു മനുഷ്യരോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, നേരെ ചൊവ്വേ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാർഗദർശകമായ ഗ്രന്ഥമിതാ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മനീഷയ്ക്ക് മുമ്പിൽ ചിന്തയുടെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്ന അതേ ദൗത്യമാണ് ഈ പ്രമേയത്തിലൂടെ ISM ഈ കാലഘട്ടത്തിൽ നിർവഹിക്കുന്നത്. നമുക്ക് എങ്ങോട്ടേക്കാണ് പോകാനുള്ളത് എന്ന് കൃത്യമായ അവബോധമുണ്ട്. മുജാഹിദ് വീടുകളിൽ വരെ ഇന്ന് ഭീതിയാണ്.
4 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ധിക്കാരികളും അഹങ്കാരികളുമായ ഒരു തലമുറയെ ഒരു വശത്ത് നിർത്തി അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ, ഈ 2 വിഭാഗങ്ങളിൽ ആരാണ് നിർഭയരായിരിക്കുവാൻ അവകാശപ്പെട്ടത് എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അത്തൗഹീദ് മാഗസിനിൽ ഡോക്ടർ ഷാൻ എഴുതിയ ലേഖനത്തിൽ വയനാട്ടിൽ നിന്ന് പാമ്പ് കടിയേറ്റ് വിഷത്തിന്റെ കാഠിന്യം അനുഭവിച്ച് പ്രയാസപ്പെടുന്ന സഹോദരിയെ അത് പാമ്പല്ല, വേറെ ഏതോ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു വിഭാഗമാണ് എന്ന് പറഞ്ഞ് ചികിത്സ നിഷേധിച്ച് ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് ഈ ലോകത്തോട് യാത്ര പറയേണ്ടി വന്ന ഗതികേടിന്റെ ചരിത്രം വായിക്കുന്നത് 6-ാം നൂറ്റാണ്ടിലെയോ 4-ാം നൂറ്റാണ്ടിലെയോ മലയാളക്കരയിലെ ജനങ്ങളല്ല. 21-ാം നൂറ്റാണ്ടിലെ ചൊവ്വാഗ്രഹത്തിൽ കാര്യങ്ങൾ എന്ത് നടക്കുന്നു എന്നറിയാൻ പാത്ത് ഫൈൻഡറിനെ വിക്ഷേപിച്ച, ചന്ദ്രയാൻ ദൗത്യത്തിലൂടെ ചന്ദ്രനിൽ വെള്ളമുണ്ട് എന്ന് കണ്ടെത്തിയ, സൂപ്പർസോണിക് വിമാനങ്ങളെ പടുത്തുയർത്തിയ, ആടിയുടെ അഗാധതകളിൽ നീലത്തിമിംഗലങ്ങളെ വെല്ലുവിളിച്ച് നീന്തിത്തുടിക്കാൻ കഴിയുന്ന മുങ്ങിക്കപ്പലുകളെയും അതുപോലെയുള്ള മറ്റു ഉപകരണങ്ങളെയും കണ്ടുപിടിച്ച മനുഷ്യരുടെ കാലഘട്ടത്തിലാണ് ഈ മാതിരി അന്ധവിശ്വാസങ്ങൾ. ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ മുജാഹിദ് കുടുംബങ്ങളിൽ കടന്നു ചെന്ന് അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ എന്ന് ചോദിക്കുവാനുള്ള സമയമാണിത്. കണ്ട കുട്ടിച്ചാത്തനെയും പിന്നെ കൂളിയെയും അതേപോലെ തന്നെ തകിടുകളെയും മുട്ടയിൽ കരിക്കട്ട കൊണ്ട് എഴുതിയതിനെയും ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു തലമുറയെ മോചിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ പിണിയാളികൾ ഇന്ന് വീടുകളിൽ സൂക്ഷിക്കുന്ന ഫ്ലാസ്കുകളിൽ അധികമായി വരുന്ന വെള്ളം എന്തു ചെയ്യണമെന്നറിയാതെ ബേജാറായി നിൽക്കുകയാണ്. അത് കുടിക്കാൻ പറ്റുന്നില്ല, മുറ്റത്തേക്ക് ഒഴിക്കാൻ പറ്റുന്നില്ല, എന്തു ചെയ്യണമെന്നറിയാതെ ബേജാറാകുന്നു. ഇതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് മുടിയുടെ പേരിലുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് സമൂഹത്തെ ഒരു കാലത്തും ഉണരാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച് അന്ധകാരത്തിൽ തളച്ചിടുവാനുള്ള ശ്രമങ്ങൾ വേറൊരു ഭാഗത്ത്. എല്ലാവിധത്തിലുമുള്ള ഹാക്കിമിയത്തിനെ കുറിച്ചും അതേപോലെ തന്നെ മറ്റ് ഇസ്ലാമിക ഭരണത്തെക്കുറിച്ചുമെല്ലാം പല വിധത്തിലുള്ള ചർച്ചകളും ഗ്രന്ഥങ്ങളുമെല്ലാം പ്രസിദ്ധം ചെയ്തിട്ടും അവയൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഇന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും സ്വരൂപിച്ച് ജനങ്ങൾക്ക് വെൽഫെയർ ഉണ്ടാക്കാൻ എന്നുള്ള വ്യാജേന ആളുകളെ അകറ്റിക്കൊണ്ടിരിക്കുന്ന വേറൊരു വിഭാഗം മറ്റൊരു ഭാഗത്ത്. ഇങ്ങനെ എല്ലാവരും അവരവരുടെ ആവനാഴിയിലുള്ള അസ്ത്രങ്ങളുമായി നടക്കുന്ന വേളയിലാണ് അവർക്ക് മുമ്പിൽ കൃത്യമായ ദിശാബോധം വരച്ചു കാണിച്ചുകൊണ്ട് മലയാളക്കരയിൽ ISM ഒരു യുവജന സമ്മേളനം അതിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ സമാപനം കുറിച്ചുകൊണ്ട് പുതിയ ഒരു കമ്മിറ്റിയും പുതിയ ഒരു മുന്നോട്ടുള്ള യാത്രയ്ക്കും തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ആ സമ്മേളനത്തിന്റെ പ്രഖ്യാപനം ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കുകയാണ്. ഈ സമയം ഓരോ മുജാഹിദ് പ്രവർത്തകരും ഓരോ ഇസ്ലാഹി പ്രവർത്തകരും ഈ പ്രഖ്യാപനം ഏറ്റുവാങ്ങി കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലേക്ക് കടന്നു ചെന്ന് ഒരു മെഴുകുതിരി വെട്ടമായി ജ്വലിച്ചു നിന്നിട്ടില്ലെങ്കിൽ നാളത്തെ കാലഘട്ടത്തിന് മുമ്പിൽ, ചരിത്രത്തിന് മുമ്പിൽ ഉത്തരം പറയാനാവാതെ നാം നിൽക്കേണ്ടി വരുമെന്നുള്ള ബോധത്തോടെ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങണം എന്ന് മാത്രം അധ്യക്ഷൻ എന്നുള്ള നിലയിൽ സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് ശേഷമുള്ള പ്രഗത്ഭമതികളായ പണ്ഡിതന്മാർക്ക്, നേതാക്കന്മാർക്ക് വേണ്ടി വഴിമാറിക്കൊടുത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد
كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. والذين جاهدوا فينا لنهدينهم سبلنا إن الله لمع المحسنين. ബഹുമാന്യരായ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ഇസ്ലാഹി യുവജന പ്രസ്ഥാനത്തിൻ്റെയും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെയും മറ്റു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെയും എല്ലാ നേതാക്കന്മാരായ പണ്ഡിതന്മാരെ, മറ്റ് ജനപ്രതിനിധികളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, സഹോദരികളെ, നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമിച്ചുകൊണ്ട് അവൻ്റെ ദീൻ പ്രബോധനം ചെയ്യുവാൻ മുന്നോട്ട് വന്ന ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൽ ആത്മീയ രംഗത്ത് അല്ലെങ്കിൽ മതരംഗത്ത് ആദ്യമായി സംഘടിച്ച യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു മഹാസമ്മേളനം, ഒരു യുവജന സംഗമം ഈ വർഷം അവസാനത്തിൽ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു പ്രഖ്യാപന സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഒരു ആരംഭം കുറിക്കുകയാണ് ഇന്നത്തെ സമ്മേളനത്തിൽ. അതിൻ്റെ ആരംഭം കുറിക്കുന്ന, ഔപചാരികമായ ആരംഭം കുറിക്കുന്ന ചടങ്ങാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്. എല്ലാ പുണ്യകർമ്മങ്ങളും എല്ലാ കർമ്മങ്ങളും പരമകാരുണികനും കരുണാനിധിയുമായ സൃഷ്ടാവിൻ്റെ നാമത്തിലാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തമമായ ഈ സൽക്കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിച്ചതായി ഞാൻ ആദ്യം അറിയിക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ തുടക്കം കുറിച്ചു, അതിൻ്റെ പ്രഖ്യാപനം നടന്നു. ആ സമ്മേളനം നടക്കാൻ പോകുന്നത് ഈ വർഷ അവസാനം ഡിസംബർ മാസം ഇൻഷാ അള്ളാഹ് 21, 22, 23 തീയതികളിലാണ്. ആ മഹാസമ്മേളനത്തിന് മുമ്പ് എന്തിനാണ് ഈ സമ്മേളനം നടക്കുന്നത്, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ പ്രചരണവും പ്രവർത്തനവും പ്രബോധനവുമായി നാട് നീളെ ചെറുതും വലുതുമായ സമ്മേളനങ്ങളും സെമിനാറുകളും മറ്റ് പ്രബോധന പ്രവർത്തനങ്ങളുമെല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കും, അത് തുടർന്നു കൊണ്ടിരിക്കും എന്നത് ഒരു വസ്തുതയാണ്. അതിൻ്റെ സമാപന സമ്മേളനമാണ് 21, 22, 23 തീയതികളിൽ. പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ആ പ്രവർത്തനങ്ങൾ ഉപരിയായി സൃഷ്ടാവിൻ്റെ സഹായം, അവൻ്റെ തൗഫീഖ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ ദീനി രംഗത്ത് പ്രവർത്തിക്കുന്ന യുവജന പ്രസ്ഥാനത്തിന് അത് പ്രഖ്യാപിച്ച ആ സതുദ്ദേശം ശരിക്കും വിജയപ്രദമായി നിർവഹിക്കുവാൻ സർവശക്തനായ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ ഈ സമയത്തിന് നാം പ്രാർത്ഥിക്കുകയാണ്. ഇനി എന്താണ് നമ്മുടെ ഈ സമ്മേളനം? പ്രഖ്യാപിതമായ നമ്മുടെ പ്രമേയം വിശ്വാസവിശുദ്ധി, സമർപ്പിത യൗവനം എന്നതാണ്. ആ പ്രമേയത്തിൻ്റെ 2 വിഷയങ്ങളെ സംബന്ധിച്ചും പ്രതിപാദിച്ചുകൊണ്ട് സംസാരിക്കുന്ന 2 പണ്ഡിതന്മാരുടെ പ്രഭാഷണം ഇവിടെ വരാനിരിക്കുന്നു. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ യുവജന പ്രസ്ഥാനത്തിന് ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ എന്ന പൂർണ്ണനാമത്തിലുള്ള ഈ ISM-ന് അതിന് ചില ബാധ്യതകളും കടപ്പാടുകളും ഉണ്ട്. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ലോകത്തിന് നാനാഭാഗങ്ങളിലും അറിയപ്പെടുന്ന മുജാഹിദ് പ്രസ്ഥാനം പോലെയുള്ള ഒരു പ്രസ്ഥാനമല്ല കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. ഇന്ന് ജിഹാദ്, മുജാഹിദ് എന്ന പേരൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. അത് അഫ്ഗാനിലെ മുജാഹിദുകളും കാശ്മീർ മുജാഹിദുകളും മറ്റ് പല ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മുജാഹിദുകളും ജിഹാദ് അതിൻ്റെ ശരിയായ ലക്ഷ്യത്തിൽ നിന്ന് മറ്റ് മാർഗങ്ങളിലേക്ക് വ്യതിചലിച്ചു കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ ആ പദം ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. എന്നാൽ ആ തെറ്റിദ്ധാരണയില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. ഞാൻ നിങ്ങളെ പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂക്തമാണ് ആദ്യമായി ഓതി കേൾപ്പിച്ചത്. എന്താണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് ആ സൂക്തം നമുക്ക് സൂചന നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വല്ലദീന ജാഹദു
ജിഹാദ് ചെയ്യുന്നവരാരോ അവർ. അത് ആരാണോ ജിഹാദ് ചെയ്യുന്നത്, ആ ജിഹാദ് ചെയ്യുന്നവരാരോ അവർ. അവർ ജിഹാദ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ ജിഹാദ് എന്തിന്? ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ടെല്ലാം നിർവഹിക്കുന്ന ത്യാഗങ്ങൾ അത് ഉപയോഗിക്കുക എന്നാണ്. ജുഹുദ്, വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അത് പ്രയോജനപ്പെടുത്തുക, ശരീരം പ്രയോജനപ്പെടുത്തുക, സമ്പത്ത് പ്രയോജനപ്പെടുത്തുക. ഇങ്ങനെയുള്ള സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടുമുള്ള ഈ സമരം, അതാണ് ജിഹാദ്, ധർമ്മസമരം. ആ സമരം ചെയ്യുന്നത് എന്തിനാണ്? അതാണ് അള്ളാഹു റഫീന, നമ്മുടെ വഴിയിൽ, ദൈവത്തിൻ്റെ വഴിയിൽ, അള്ളാഹുവിൻ്റെ വഴിയിൽ. അതല്ലാതെ നമുക്കിവിടെ ഭൗതികമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല. ഇവിടെ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർക്കോ പ്രവർത്തകന്മാർക്കോ ഏതെങ്കിലും ഒരു ഭൗതികമായ സ്ഥാനം നേടിയെടുക്കണമെന്ന് ആഗ്രഹമില്ല. അതിനു വേണ്ടി ഈ ജിഹാദുമില്ല. ഒരു പഞ്ചായത്തിലേക്ക് മെമ്പറായി തിരഞ്ഞെടുക്കുവാനോ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുവാനോ, അതല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ ഭരണത്തിൽ ഭാഗവാക്കാകുവാനോ അതിനുള്ള ജിഹാദ് അല്ല ഇത്. അതിൻ്റെ ആ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല പ്രവർത്തിക്കുന്നത്. ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി, അവൻ്റെ ശരിയായ ദീൻ അവൻ്റെ ദാസന്മാർക്ക്, അവൻ്റെ അടിമകൾക്ക്, മനുഷ്യവർഗത്തിന് എത്തിച്ചു കൊടുക്കുക എന്നതിന് വേണ്ടി സമ്പത്തും ശരീരവും ഉപയോഗപ്പെടുത്തുന്നു. അതാണ് ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. തീർച്ചയായും സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അവൻ്റെ ദൂതനിൽ വിശ്വസിക്കുന്നു. വജാഹദൂ ബി അംവാലിഹിം അൻഫുസിഹിം, അവരുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അവർ സമരം ചെയ്തിരിക്കുന്നു. ഉലായിക ഹുമുസ് സാദിഖൂൻ, അവരാണ് വിശ്വാസികളാണ് എന്ന് പറയുക, സത്യസന്ധത പാലിക്കുന്നവർ. അപ്പം അതുകൊണ്ട് തന്നെ ശ്രമം വെറുതെ അടങ്ങിയിരിക്കുക എന്നതല്ല, പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അത് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ ജിഹാദ്. അപ്പം ആ ജിഹാദ് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. അതാണ് വല്ലദീന ജാഹദൂ ഫീന. അങ്ങനെ ജിഹാദ് ചെയ്യുന്നുവെങ്കിൽ അള്ളാഹു ഒരു കാര്യം അവരുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. ലനഹ്ദിയന്നഹും സുബുലന, തീർച്ചയായും നമ്മിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ എന്താണോ എന്ന് ആ വഴിയിലൂടെ നാം അവരെ നയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് നമ്മുടെ ശരീരം ഉപയോഗപ്പെടുത്തുന്നത്, നമ്മുടെ ആരോഗ്യം ഉപയോഗപ്പെടുത്തുന്നത്, സമയം ഉപയോഗപ്പെടുത്തുന്നത്, സമ്പത്ത് ഉപയോഗപ്പെടുത്തുന്നത്. അങ്ങനെയുള്ളവരാണെങ്കിൽ അള്ളാഹു നേർമാർഗത്തിലൂടെ നമ്മളെ നയിക്കും. അതിനൊക്കെ നമുക്ക് വഴി കാണിച്ചു തരുകയും ശരിയായ ആ പന്ഥാവിലൂടെ ചരിക്കുവാൻ നമുക്ക് അവൻ തൗഫീഖ് നൽകുകയും ചെയ്യും. അതോടുകൂടി ഒന്നുകൂടി പറയുന്നു, ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, തീർച്ചയായും അള്ളാഹു ആത്മാർത്ഥമുള്ള നിഷ്കളങ്കവന്മാരുടെ കൂടെയാകുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞത്. ഒന്ന്, ഇവിടെ ജിഹാദ് ഉണ്ടാവണം, അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതാണ്, അത് നമ്മിലുണ്ടാവണം. പക്ഷെ ആ ജിഹാദ് ഉണ്ടാകുമ്പോൾ മുജാഹിദ് ആവാൻ ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ അതിന് നേരെ വിപരീതം എന്താണ്? ഞാൻ പറഞ്ഞില്ല, ഇവിടെ അഫ്ഗാനിലെയോ കാശ്മീരിലെയോ മറ്റു ലോകത്തറിയപ്പെട്ട തെറ്റിദ്ധരിക്കപ്പെട്ട മുജാഹിദുകളെയുള്ള ജിഹാദ് അല്ല നമ്മുടേത്. നാം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അവൻ്റെ ദീന് ശരിയായ മാർഗത്തിൽ അത് പ്രബോധനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ്. ആ മുജാഹിദ് എന്നുള്ള പദത്തിന് നേരെ വിപരീത മതമാണ് ഖാഇദ് എന്ന് പറഞ്ഞ ഒന്നും ചെയ്യാതെ അടങ്ങിയിരിക്കുന്നവൻ. ഫളലല്ലാഹുൽ മുജാഹിദീന അൽ ഖാഇദീൻ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, മുജാഹിദീങ്ങളെ അള്ളാഹു, അതായത് ശ്രമിക്കുന്നവരെ, പരിശ്രമിക്കുന്നവർക്ക്, ഒന്നും ചെയ്യാതെ അടങ്ങിയിരിക്കുന്നവരേക്കാൾ പ്രാധാന്യം, ശ്രേഷ്ഠതയും അള്ളാഹു നൽകിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒന്നും ചെയ്യാതെ തനിക്ക് എന്താണോ നേടിയത് അതുമായി അടങ്ങി ഒതുങ്ങിയിരിക്കുന്നവർ, അവരല്ല മുജാഹിദ്. അവൻ ശ്രമിക്കുന്നു, അവൻ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തിക്കും നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിൻ്റെ വഴിയിൽ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തണം. തെറ്റിദ്ധരിച്ച് മറ്റു വഴിയിലേക്ക് പാളിച്ചു പോകരുതേ. അങ്ങനെയാകുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ച് അവൻ നമ്മെ കാണുന്നു. അഥവാ നമ്മൾ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ നമ്മളെ ഇങ്ങോട്ട് കാണുന്നു. അതാണ് മുഹ്സിനീൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്ക് വന്ന് മനുഷ്യരൂപത്തിൽ ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ആ കൂട്ടത്തിൽ ചോദിച്ചു, എന്താണ് ഇഹ്സാൻ? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞു കൊടുത്തു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ ആരാധിക്കുക, കാണുന്നവനെ പോലെ. അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നുണ്ട്, അതുപോലെ ആരാധിക്കണം. വഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നിനക്ക് അവനെ അങ്ങോട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട്. അതേ പ്രകാരം നീ അള്ളാഹുവിനെ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കണം. അതാണ് മുഹ്സിൻ. അങ്ങനെ മുഹ്സിനീകളാണെങ്കിൽ അവരുടെ കൂടെ അള്ളാഹുവിൻ്റെ സാന്നിധ്യമുണ്ട്, അള്ളാഹുവിൻ്റെ സഹായമുണ്ട്, അവൻ്റെ തൗഫീഖുണ്ട്. അപ്പം ആ നിലക്ക് പ്രവർത്തിക്കുവാൻ നമുക്ക് അള്ളാഹു
പ്രചോദനം നൽകുകയാണ് ചെയ്യുന്നത്. ഇനി നാം മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മളിങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം എന്ന പേരിൽ കേരളത്തിൽ അറിയപ്പെടാൻ കാരണം. ഇവിടെ 5 പ്രസ്ഥാനങ്ങൾ, 5 സംഘടനകൾ വ്യവസ്ഥാപിതമായി 5 മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഒന്നാമത്തതാണ് നദ്വത്തുൽ മുജാഹിദീൻ, കേരള നദ്വത്തുൽ മുജാഹിദീൻ കേന്ദ്രം. അതിൻ്റെ യുവജന വിഭാഗമാണ് ഇത്തിഹാദ് ശുബ്ബാൽ മുജാഹിദീൻ, അതാണ് ISMൻ്റേതാണ്. ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ യുവജന സമ്മേളനം നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അതേപ്രകാരം മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെയും അതേപ്രകാരം MGM വനിതാ വിഭാഗത്തിൻ്റെയും ഇങ്ങനെ പണ്ഡിത വിഭാഗത്തിൻ്റെ കേരള ജമിയത്തുൽ ഉലമയും 5 മേഖലകളിൽ 5 സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനത്തിൽ ആദ്യമായി വന്ന് സംഘടനാ രംഗത്തേക്ക് കടന്നു വന്നത് ഐക്യസംഘത്തിലൂടെയാണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെ വന്നപ്പോൾ ഐക്യസംഘം മുസ്ലിങ്ങളിൽ ഒരു വിഭാഗീയതയും ഭിന്നിപ്പും ഉണ്ടാകുമ്പോൾ ഐക്യവും യോജിപ്പും ഉണ്ടാകുവാൻ, അങ്ങനെ മനുഷ്യവർഗത്തെ തന്നെ ഒന്നിച്ച് കാണുവാൻ അതിന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ മറ്റും ഐക്യസംഘം രൂപീകൃതമാവുകയും അതിനുശേഷം പണ്ഡിതന്മാർക്ക് ഒരു സംഘടന ഉണ്ടാവുകയും അങ്ങനെ കേരള ജമിയത്തുൽ ഉലമ രംഗത്ത് വരികയും ചെയ്തു. അതിനുശേഷമാണ് മറ്റു മുജാഹിദ് സംഘടനകളെല്ലാം വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഘടന പ്രവർത്തിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തനം, എന്താ ഇതിന് മുജാഹിദ് എന്നുള്ള പേര് സ്വീകരിക്കാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം അത് നമുക്കിതിന് പ്രചോദനം നൽകിയിട്ടുണ്ട്. അതായത് അള്ളാഹു റസൂൽ പറഞ്ഞു, ഏതൊരു പ്രവാചകൻ ഈ ലോകത്ത് നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ നിഷ്കളങ്കന്മാരായ പ്രവർത്തകന്മാരും അനുയായികളും സഖാക്കളും ആ പ്രവാചകന്മാർക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇല്ലാത്ത ഒരൊറ്റ പ്രവാചകനും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ പ്രവാചകന്മാർ പറയുന്നത് അവർ അവർ പറയുന്നത് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു, അവർ പറയുന്നത് അനുകരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രവാചകൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ സുമ്മ യഖ്ലുഫ് ഖുലൂഫ്, ഒരു തരം പിന്തലമുറ വരും, ദുഷിച്ച തലമുറ. ആ തലമുറയുടെ സ്വഭാവം യഖൂലൂന മാലാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ പറയും. പറച്ചിലിൽ മാത്രം മതപരമായ നല്ല കാര്യങ്ങൾ, നല്ല വിശ്വാസങ്ങൾ, നല്ല കർമ്മങ്ങൾ, ഇതെല്ലാം പറച്ചിലിൽ മാത്രം പ്രവർത്തനത്തിലുണ്ടാവുകയില്ല. അതാണ് യഖൂലൂന മാലാ യഫ്അലൂൻ യഫ്അലൂന മാലാ യുഅ്മറൂൻ. എന്നാൽ പ്രവർത്തനത്തിലുണ്ടാകുന്ന കാര്യങ്ങളാവട്ടെ അത് അവിടെ കൽപ്പിക്കപ്പെട്ടതല്ല. അപ്പോൾ കൽപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു ദുഷിച്ച തലമുറ ആ പ്രവാചകന്മാരുടെ പിൻഗാമികളായി പിന്നീടുണ്ടാകും. അപ്പം ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ അവരെ ഒന്ന് തിരുത്തണം, അവർ നന്നാക്കിയെടുക്കണം, പരിഷ്കരിച്ചെടുക്കണം. അപ്പം അതിനു വേണ്ടിയുള്ള സമരമാണ് സമൂഹത്തിലുണ്ടാവേണ്ടത്. അള്ളാഹു റസൂൽ പറഞ്ഞു, സഹീഹ് മുസ്ലിം അത് റിപ്പോർട്ട് ചെയ്യുന്നു, ഫമൻ ജാഹദഹും ബിയദിഹി വഹുവ മുഅ്മിനുൻ, അവരോട് കൈകൊണ്ട് ജിഹാദ് ചെയ്യാൻ സാധിച്ചാൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങളിലൂടെ അവരെ മാറ്റിയെടുത്ത് അവരെ എങ്ങനെയെങ്കിലും പരിഷ്കരിച്ചെടുത്ത് നന്നാക്കിയെടുക്കുവാൻ സാധിച്ചാൽ അവൻ സത്യവിശ്വാസിയാണ്. അതിന് കഴിയില്ലെങ്കിൽ ഒമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിനുൻ, അവരോട് നാവ് കൊണ്ട് സമരം ചെയ്യാൻ സാധിച്ചാൽ ആ മുജാഹിദ് ഒരു സത്യവിശ്വാസിയാകുന്നു. അപ്പോൾ വാക്കുകളിലൂടെ ഇത് ചെയ്യാൻ പാടില്ല, ഇത് തെറ്റാണ്, അതുകൊണ്ട് ഇന്നതാണ് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് അവരെ ഉത്ബോധിപ്പിച്ച് അവരെ തിരുത്താൻ കഴിഞ്ഞാൽ അവൻ ആ മുജാഹിദും ഒരു സത്യവിശ്വാസിയാണ്. അതിന് കഴിയില്ലെങ്കിൽ ഒമൻ ജാഹദും ബിഖൽബിഹി ഫഹുവ മുഅ്മിനുൻ, മനസ്സുകൊണ്ടുള്ള ജിഹാദ് ഉണ്ടായാൽ. മനസ്സുകൊണ്ടുള്ള ജിഹാദ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരിക്കലും അഭിലഷണീയമല്ലാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ, അധാർമികമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് തിരുത്താൻ സാധിക്കുന്നില്ല, പ്രവർത്തനത്തോടെ മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാകുമ്പോൾ അവൻ്റെ മനസ്സിൽ അതിനോടൊരു വെറുപ്പ്, അവൻ്റെ ദൗർബല്യമാണത്, അത് അവസാനത്തേതാണ്. ആ മനസ്സിൽ അതിനോട് വെറുപ്പ്, അതിനോട് സഹകരിക്കാതെ നിസ്സഹകരണത്തോട് മാറി നിൽക്കുന്നു. അത് ഖൽബിൻ്റെ ജിഹാദാണ്. ഈ 3 ജിഹാദ് ഉണ്ടെങ്കിൽ അവൻ സത്യവിശ്വാസിയാണ്. ഇത് 3 ഇല്ലെങ്കിൽ വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്ത ഖർദൽ, അതിൻ്റെ അപ്പുറം ഒരു കടുകുമണിയോളം ഈമാൻ അവശേഷിക്കുന്നില്ല. ഈ ജിഹാദാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അതുകൊണ്ട് ആ ജിഹാദിൻ്റെ രംഗത്ത് വന്ന ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനമാണ്, അതിൻ്റെ ഔപചാരികമായ പ്രഖ്യാപനമാണ് ഇവിടെ നിർവഹിക്കാനുള്ളതെന്ന് മനസ്സിലാകുമല്ലോ. നമുക്കുള്ളത് ഇവിടെ നിന്ന് ഏറ്റവും വലിയ ജീർണത ബാധിച്ചത് മതരംഗത്ത് തന്നെയാണ്. മതങ്ങൾ മനുഷ്യന് നേർമാർഗം കാണിച്ചു കൊടുക്കുവാനാണ്, മനുഷ്യനെ സംസ്കരിച്ചെടുക്കുവാനാണ്, ശരിയായ പാന്താവിലേക്ക് നയിക്കുവാനാണ്. പക്ഷേ എല്ലാറ്റിലും ഇന്ന് വിഷം കലർന്നിരിക്കുന്നു, എല്ലാം ഇന്ന് തെറ്റിപ്പോയിരിക്കുന്നു. ഇതേ പറഞ്ഞ തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യന് നേർമാർഗം കാണിച്ചു കൊടുക്കാനുള്ള ആ മതത്തിലും ഇന്ന് ജീർണതകൾ കടന്നുകൂടിയിരിക്കുന്നു. കാരണം മതങ്ങൾ അതിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ് അതിലുള്ള ജീർണത.
അതുകൊണ്ട് തന്നെ വിശ്വാസം സംസ്കരിക്കപ്പെടണം, ശുദ്ധിയാക്കണം. ആ എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത്? പ്രമാണങ്ങളിലൂടെയാണ് ശുദ്ധിയാക്കേണ്ടത്. അത് നമ്മൾ ഒരു സംഗതിയിൽ വിശ്വസിക്കുമ്പോൾ ആ വിശ്വസിക്കുന്നതിന് ശരിയായ കാരണങ്ങൾ അതിന് പ്രമാണയോഗ്യമായിരിക്കണം. അതിലേക്കാണ്, അന്ധവിശ്വാസത്തിലേക്കല്ല നാം ക്ഷണിക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, പറയുക നബിയെ, ഇതാണ് എൻ്റെ വഴി, ഞാൻ അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്, ശരിയായ പ്രമാണത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാനിതാ ക്ഷണിക്കുന്നു. അന ഒമനിത്തവാനി, ഞാനും എന്നെ പിൻപറ്റിയവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു പരിശുദ്ധനാണ്. അനമിനൽ മുശ്രിക്ക്, ഞാൻ ഒരിക്കലും ബഹുദൈവ ആരാധകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് ദൈവത്തിലേക്ക്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, ജീവിതം അവന് വേണ്ടി സമർപ്പിക്കുക. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് യൗവനം. ആ യൗവനം സർവശക്തനായ റബ്ബിന് സമർപ്പിക്കുന്ന സ്വഭാവത്തിലാവണം. ഇത് പറയുമ്പോൾ ഇന്നത്തെ മതരംഗം നമ്മൾ ഏറ്റവും കാണുന്നത് മതം മനുഷ്യനെ നന്നാക്കാനുള്ളതാണ്, അവരുടെ ധാർമ്മിക സദാചാരബോധം ഉണ്ടാക്കാനാണ്. പ്രകൃതിയുടെ നിയമം പോലെ തന്നെ പടച്ചതമ്പുരാൻ്റെ നിയമമാണ് ഈ മതത്തിൻ്റെ ധാർമ്മികമായ നിയമങ്ങളും. ആ പ്രകൃതി നിയമങ്ങൾ അനുസരിക്കുന്നവൻ അർത്ഥത്തിൽ അറബിയിൽ പറയുമ്പോൾ അത് മുസ്ലിമാണ്, ഇസ്ലാം എന്നാണ് പറയുക. പ്രാപഞ്ചികമായ വ്യവസ്ഥകൾ അനുസരിക്കുന്ന വസ്തുക്കളെല്ലാം അത് ആ വ്യവസ്ഥ ഇസ്ലാമും അനുസരിക്കുന്നവർ മുസ്ലിമുമാണ്. ഇതേ പ്രകാരം തന്നെ പടച്ചതമ്പുരാൻ്റെ സദാചാര ധാർമ്മിക നിയമങ്ങൾ, മതനിയമങ്ങൾ, ആ മതനിയമങ്ങൾ റബ്ബിൻ്റെ നിയമമാണ് എന്ന് പറഞ്ഞാലൊക്കെ അനുസരിക്കുമ്പോൾ ആ അനുസരിക്കുന്നവന് അറബിയിൽ പറയുന്ന പേരാണ് മുസ്ലിം എന്നത്. ആ അനുസരണത്തിന് പറയുന്നതാണ് ഇസ്ലാം എന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ചെയ്യേണ്ടത്. അത് ഓരോ കാലഘട്ടത്തിലും അള്ളാഹു എന്താണ് മനുഷ്യൻ ചെയ്യേണ്ടത് എന്ന് ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാരും വേദഗ്രന്ഥത്തിലൂടെയും അറിയിക്കുന്നു. ആ വേദഗ്രന്ഥത്തിലെല്ലാം വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മളെല്ലാവരും. കാരണം നമുക്ക് ആ വിഷയത്തിൽ പ്രവാചകന്മാർ തമ്മിലോ വേദഗ്രന്ഥങ്ങളിലോ വിവേചനങ്ങളില്ല. അത് എപ്പോഴും നമ്മൾ പറയാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നു, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, ഞങ്ങൾ പ്രവാചകന്മാർ തമ്മിൽ യാതൊരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല, എല്ലാ വേദഗ്രന്ഥങ്ങളും ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ മതപ്രമാണങ്ങളിലെല്ലാം വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ അതിൽ അവസാനത്തെ പ്രമാണമാണ് പരിശുദ്ധ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആൻ പ്രബോധനം ചെയ്യുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹു പ്രത്യേകം പറയാൻ വേണ്ടി പറഞ്ഞു, നബിയെ നിങ്ങളോട് പറയുക, ഖുൽ ഫഅ്തൂ ബികിതാബിൻ മിൻ ഇൻദില്ലാഹി വഅഹ്ദാ മിൻഹുമാ അത്തബിഉ, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വല്ല കിതാബും നിങ്ങളുടെ കയ്യിലുണ്ടോ, വേദഗ്രന്ഥങ്ങൾ ഏതെങ്കിലും നിങ്ങളുണ്ടോ, ദൈവത്തിൻ്റെ ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രന്ഥം കൊണ്ടുവരൂ. ഞാൻ പറയുന്നത് ഈ ഗ്രന്ഥം എൻ്റേതല്ല, ഇതും പടച്ചതമ്പുരാൻ്റേതാണ്. അതുകൊണ്ട് ഈ ഗ്രന്ഥവും നിങ്ങൾ കൊണ്ടുവരുന്ന ഗ്രന്ഥങ്ങളും വെച്ച് അതിലേതാണോ ഏറ്റവും നല്ലത് ആ ഏറ്റവും നല്ലത് ഞാൻ തന്നെ പിന്തുടർന്ന് കൊള്ളാം. ഖുർആൻ പ്രഖ്യാപിക്കുന്ന നബിയോട് പറയാൻ, ഖുൽ ഫഅ്തൂ ബികിതാബിൻ മിൻ ഇൻദില്ലാഹ്, നബിയെ നിങ്ങൾ പറയൂ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവും കൊണ്ടുവരാനുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ. ഞാനീ പറയുന്നത് എൻ്റേതല്ല, ഇത് അള്ളാഹു എനിക്ക് ഇറക്കി തന്നാണ്, ഇതും വെക്കുന്നു. ഇതിൽ ഏതാണോ ഏറ്റവും മനുഷ്യവർഗത്തിന് സന്മാർഗം കാണിച്ചു തരുന്നത് അത് ഞാൻ പിന്തുടർന്നു കൊള്ളാം. അതുകൊണ്ട് ഇങ്ങൊന്നും സാധിക്കേ, നിങ്ങളങ്ങ് സത്യം പറയുന്നതിന് കൊണ്ടുവരൂ എന്നാണ്. എന്നാൽ ഈ പരിശുദ്ധ ഖുർആൻ അല്ലാതെ ദൈവം ഇറക്കിയതാണ്, പടച്ചവൻ ഇറക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ ഇന്ന് ആർക്കും സാധ്യമല്ല. ഒരു മതഗ്രന്ഥത്തിൻ്റെ മതവിശ്വാസികളെല്ലാം അടിസ്ഥാനത്തിൽ നിന്ന് മാറിപ്പോകുന്നു. എന്നാൽ ദൈവികമായ ഗ്രന്ഥം അവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനമാണ്. ആ ഗ്രന്ഥം പാരായണം ചെയ്ത് നോക്കിയാൽ അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഇനി വരാനിരിക്കുന്ന അടുത്ത ഗ്രന്ഥം ഏതാണ്, ഇനി വരാനിരിക്കുന്ന അടുത്ത പ്രവാചകൻ ഏതാണ് എന്ന്. ദൈവത്തിൻ്റെ അള്ളാഹുവിൽ നിറക്കിയ ഗ്രന്ഥം ആരുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഗ്രന്ഥം പാരായണം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവസാനത്തെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. മനുഷ്യ സമൂഹത്തെ ഒന്നായി കാണുകയും ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വാന റബ്ബുക്കും ഫഅബ്ദൂൻ, തീർച്ചയായും ഈ മനുഷ്യർ ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും ദേശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ വേർതിരിഞ്ഞ് കക്ഷികളായി നിൽക്കുന്ന മനുഷ്യർ ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും എടുത്ത പ്രകൃതിപരമായി ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ആ എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നു. ആർക്കും മാറി നിന്നുകൊണ്ട് സ്വയം സമ്പൂർണ്ണമായി ജീവിക്കാൻ സാധ്യമല്ല. ഒരു നേരത്തെ ആഹാരത്തിന് ഒരു മതക്കാർക്കോ രാഷ്ട്രക്കാർക്കോ അവരെ മാത്രം ആശ്രയിച്ച് കഴിയാൻ കഴിയില്ല, ജീവിക്കാൻ സാധ്യമല്ല. ഒരു നാടിന് സ്വയം സമ്പൂർണ്ണമായി മറ്റൊരു നാടിനെ ആശ്രയിക്കാൻ ജീവിക്കാൻ കഴിയില്ല. ഭക്ഷ്യപദാർത്ഥങ്ങൾ ഒരു നാട്ടിൽ സുലഭമായി ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിൽ ആ ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് രുചി നൽകുവാനുള്ള സുഗന്ധദ്രവ്യങ്ങൾ മറ്റൊരു നാട്ടിലായിരിക്കാം. യന്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശക്തിയും അതിനുള്ള ശാസ്ത്രീയമായ അറിവും ഒരു നാട്ടിലാണെങ്കിൽ ആ യന്ത്രങ്ങൾ ചലിക്കാനുള്ള ഇന്ധനം നൽകുന്ന മറ്റൊരു നാട്ടിലായിരിക്കും. ഇങ്ങനെ മനുഷ്യവർഗത്തെ ഒന്നായിട്ടാണ് സൃഷ്ടാവ് കണ്ടിട്ടുള്ളത്. ആ മനുഷ്യവർഗം ഒന്നായിട്ട് ആ നിലയ്ക്ക് ജീവിച്ചാൽ, കൃത്രിമമായി മനുഷ്യരെ വേർതിരിക്കാതിരുന്നാൽ മനുഷ്യന് സുഖമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഭൂഗത്ത് റബ്ബ് പ്രദാനം ചെയ്തിട്ടുണ്ട്.
പക്ഷേ സ്വാർത്ഥികളായ മനുഷ്യർ സ്വന്തമായി വെക്കുകയും മറ്റുള്ളവർക്ക് അത് വിതരണം ചെയ്യാതിരിക്കുകയും അങ്ങനെ ചൂഷണത്തിന് മറ്റുള്ളവരെ വിധേയമാക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ പ്രശ്നം. അതുകൊണ്ട് മനുഷ്യരെ ഒന്നായിട്ട് കാണുന്നു. ഏകനായ ദൈവത്തെ ആരാധിക്കുക, ഏകനായ ദൈവത്തെ അനുസരിക്കുക എന്നാണ് നാം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ നാഥനാണ്, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കൂ. പക്ഷെ ആ ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കുന്നതിന് പകരമായി ആൾ ദൈവങ്ങളെ ആരാധിക്കുകയോ അല്ലെങ്കിൽ മാലാഖകളെ ദൈവമാക്കി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രന്മാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാലാഖകളെ മലക്കുകളെ ആരാധിക്കുകയോ അല്ലെങ്കിൽ ഭൂതപിശാചുക്കൾക്ക് ദിവ്യശക്തിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭൂതപിശാചുക്കളെയും ജിന്നുകളെയും മറ്റും ആരാധിക്കുകയോ അതല്ലെങ്കിൽ മരിച്ചുപോയ മഹാത്മാക്കൾക്ക് ഇവർ എല്ലാം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട് ശവകുടീരങ്ങളെ സന്ദർശിക്കുകയും അവർക്ക് ശവകുടീരങ്ങൾക്ക് നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനയും സമർപ്പിക്കുകയും ചെയ്യുക എന്നതിലേക്ക് വ്യതിചലിച്ചു പോയി. അതെല്ലാം സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്നു എന്നതാണ്. അതിൽ നിന്ന് മാറി നിന്ന് എല്ലാ രഹസ്യങ്ങളും അറിയുന്ന എപ്പോഴും നമ്മുടെ അടുക്കൽ സാന്നിധ്യമുള്ള സർവശക്തനായ റബ്ബിനെ കുറിച്ചുള്ള ബോധത്തോടുകൂടി ജീവിച്ചാൽ മനുഷ്യർ ധർമ്മനിഷ്ഠയുണ്ടാകും. അങ്ങനെയുള്ള ധർമ്മനിഷ്ഠയോടുകൂടി സദാചാര ബോധത്തോട് ജീവിതം നയിക്കുവാനാണ് മതത്തിൻ്റെ നിർബന്ധമായും ഐച്ഛികമായും അനുഷ്ഠിക്കേണ്ടുന്ന ആരാധനാ കർമ്മങ്ങളാവും. എല്ലാം നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഹജ്ജാണെങ്കിലും ഈ ആരാധനാ കാര്യങ്ങളെല്ലാം നിർബന്ധമായി അനുഷ്ഠിക്കേണ്ടതാണ്. അതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് സൃഷ്ടാവ് നമ്മെ കാണുന്നു, സൃഷ്ടാവിലേക്ക് നമ്മൾ മടങ്ങി ചെല്ലുന്നു. അതുകൊണ്ട് അവൻ കൽപ്പിച്ച രൂപത്തിലാണ് നടക്കേണ്ടത്. സൃഷ്ടികളെല്ലാം ഒരുപോലെയാണ്. നമസ്കാരത്തിലായാലും വിവേചനമില്ലാതെ ഒന്നിച്ച് എല്ലാവരും അണിയണിയായി നിന്നുകൊണ്ട് അവിടെ നേതാവോ അനുയായിയോ രാജാവോ പ്രജയോ ഈ വ്യത്യാസമില്ലാതെ ഒന്നിച്ച് റബ്ബിൻ്റെ മുന്നിൽ അണിയായി നിന്നുകൊണ്ടാണ് നമസ്കാരം നിർവഹിക്കുന്നത്. അത് കഴിഞ്ഞ് അതേ പ്രകാരം തന്നെയാണ് പാവപ്പെട്ടവൻ. ആ പാവപ്പെട്ടവൻ്റെ വിശപ്പ് മനസ്സിലാക്കി പ്രധാനുഷ്ഠാനത്തിലൂടെ മനസ്സിലാക്കുകയും അതോടുകൂടി തന്നെ സാമ്പത്തിക ശേഷിയുള്ളവന് തൻ്റെ നൈരന്തര ജീവിതം കഴിച്ച് എന്തെങ്കിലും ഇവിടെ കാര്യമായ ഒന്ന് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമ്പാദ്യത്തിൽ നിന്ന് നിശ്ചിത ശതമാനം പാവങ്ങളുടെ അവകാശമായി കൊടുക്കുകയും ചെയ്യണം. അതുകൊണ്ട് അവരെ ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അത് പ്രചോദനം നൽകുന്നു. അതേ പ്രകാരം ഹജ്ജിന് സമയത്ത് ലോകത്തെല്ലാം മനുഷ്യരുടെയും എല്ലാവരുടെയും പ്രശ്നങ്ങൾ കാണുവാനും അതിലൂടെ തന്നെ ദൈവത്തിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് അവനെ പ്രകീർത്തിക്കുവാനും അവൻ കൽപ്പിച്ച രൂപത്തിൽ നമ്മുടെ ഇഷ്ടത്തിന് അപ്പുറമായി അവൻ എന്താണോ കൽപ്പിച്ചത് അവനെല്ലാം തന്നെ സമർപ്പിക്കുവാൻ അത് നമുക്ക് സാധിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ മതം. അങ്ങനെയുള്ള മതത്തിൽ നിന്ന് സ്വയം ആചാരങ്ങളും വരുമാനത്തിലുണ്ടാക്കി അത് മനുഷ്യവർഗത്തെ ചൂഷണം ചെയ്യുവാനുള്ള പൗരോഹിത്യത്തിലേക്ക് മതങ്ങൾ പോയതാണ് ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് ഇസ്ലാമിൽ പൗരോഹിത്യം എന്നൊന്നും പറഞ്ഞില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ 23 കൊല്ലം കൊണ്ട് പ്രാവർത്തികമാക്കി കാണിച്ചു തന്നു. പ്രവാചകൻ അത് പ്രബോധനം ചെയ്തു. ഒരു ചെറിയ പ്രബോധകനായാണ് തുടങ്ങിയത്. അവിടെ നിന്ന് അങ്ങോട്ട് അള്ളാഹുയുടെ ദൂതനാണ്. അവസാനെത്തിയപ്പോൾ വലിയ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയാണ്. പക്ഷേ ഇതെല്ലാം ആയിരുന്നാലും അവിടുത്തെ ഒരു പുരോഹിതനായി തീർന്നിരുന്നില്ല. അതുകൊണ്ട് തങ്ങളുടെ വിവാഹം കഴിക്കുവാനോ അവിടെ സമൂഹത്തിന് മറ്റു കാര്യങ്ങൾ ചെയ്യാനോ അതൊക്കെ എൻ്റെ സാന്നിധ്യം വേണം അല്ലെങ്കിൽ എൻ്റെ കാർമ്മികത്വം വേണം എന്നൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പൗരോഹിത്യം കടന്നുകൂടി അത് മതത്തിൽ വിവിധ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടാക്കി. ഈ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എതിർക്കുകയാണെങ്കിൽ എങ്ങനെയാണോ അവരെ തേജോവധം ചെയ്യാൻ സാധിക്കുക അതെല്ലാ മാർഗത്തിലൂടെയും അന്ധവിശ്വാസികൾ അവരെ തേജോവധം നടത്തുകയും അവരെ ഉന്മൂലനം ചെയ്യുകയും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മതത്തിൽ നിങ്ങൾ നോക്കാൻ എന്തെല്ലാമാണ് ഒരു മുടിയുടെ ആഘോഷമാണ്. ആ മുടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാണ്. അത് വെള്ളത്തിലിട്ടാൽ ഏത് മഹാവ്യാധിക്കും അതൊരു ഔഷധമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലായി കാണിച്ചു തന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ അനുയായികളോ ഖുലഫാഉർ റാഷിദീങ്ങളോ അവരൊന്നും ആ മാർഗം സ്വീകരിച്ചിട്ടില്ല. അത് പ്രതിഷ്ഠിക്കാൻ വലിയൊരു ദേവാലയം ഉണ്ടാക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള സ്ഥിതിയിൽ വന്ന് സലാത്ത് നഗറുകളും സലാത്ത് സമ്മേളനങ്ങളും ദുആ സമ്മേളനങ്ങളും എല്ലാമായി സമ്മേളനങ്ങളിലൂടെ വരുമാനമുണ്ടാക്കി ഈ ചൂഷണത്തിൻ്റെ മതപുരോഹിതന്മാർ മതത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ ജീർണത. അതിന് ആരെങ്കിലും എതിർക്കുന്നുവെങ്കിൽ അവരെ തേജോവധം ചെയ്യുവാൻ ശ്രമിക്കുന്നു. അത് ഏത് വിഭാഗമായിരുന്നാലും ശരി, ഖുർആനെ സംബന്ധിച്ചിടത്തോളം സശ്രദ്ധം ആര് പറയുന്നത് കേൾക്കുക, കേൾക്കാനുള്ള സന്മനസ്സുണ്ടാവണം. കേട്ട് അതിലേറ്റവും നല്ലതേതോ കേട്ടതെല്ലാം അന്ധമായി അനുകരിക്കണമെന്നല്ല, അതിലേറ്റവും നല്ലതേതോ അത് നല്ലത് പിന്തുടരുക. അതാണ് ബുദ്ധിജീവികൾ ചെയ്യേണ്ടത് എന്നാണ്. അതാണ് ഇവിടെ കേരളത്തിൽ മുജാഹിദുകൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ മുജാഹിദുകളെ എതിർക്കുന്നവരെ തേജോവധം ചെയ്യുകയും അവരെങ്ങനെയും നശിപ്പിക്കുകയും ചെയ്യുന്ന സമ്പ്രദായമില്ല. ഇവിടെ ഒരുപാട് വ്യക്തികൾ ഇന്ന് ഈ ആദർശത്തിന് വിരുദ്ധമായതുകൊണ്ട് അവരെ നശിപ്പിക്കപ്പെട്ട ചരിത്രം കേരളത്തിലുണ്ട്. ഒരിക്കലും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ നോക്കായിരുന്നു, ഇവിടെ പൂനൂർ ഒരു അബൂബക്കർ മൗലവി, ആ അബൂബക്കർ മൗലവി അന്ധവിശ്വാസത്തെ എതിർത്തു. ഒരു പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയെ പറ്റി പറയുന്ന കവിതയായ മുഹദ്ദീൻ മാലയും പരിശുദ്ധ ഖുർആനും ഒരുപോലെയാണ് എന്ന് പറഞ്ഞപ്പോൾ ശക്തിയായി എതിർത്തു. പക്ഷേ അബൂബക്കർ മൗലവി ഒരു സുപ്രഭാതത്തിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്.
എങ്ങനെയാണ് മരിച്ചത് അറിയില്ല. അതിനെപ്പറ്റി അന്വേഷണം ഉണ്ടായില്ല. അതേ പ്രകാരം ചേകന്നൂർ മൗലവി, ആ ചേകന്നൂർ മൗലവി അദ്ദേഹത്തിനുള്ള ആദർശപരമായി നമ്മൾ വിയോജിപ്പുണ്ട്. ഒരുപാട് അദ്ദേഹം എൻ്റെ അധ്യാപകനാണ്. പക്ഷെ അദ്ദേഹത്തെ ആദ്യമായി എതിർത്ത വ്യക്തിയാണ് ഞാൻ. പക്ഷേ ചേകന്നൂർ മൗലവി ഇവിടുന്ന് തേജവധം ചെയ്യപ്പെട്ടു. അതൊരിക്കലും ശരിയല്ല. അതിന് ശരിക്കും എവിടുന്നാണ്, ആരാണ് അതിന് പിന്നിലേക്ക് പ്രവർത്തിച്ചവരെ അത് കണ്ടുപിടിക്കണമെന്ന് പറയുന്നവരാണ് നാം. ഇതേ പ്രകാരം ആര് ഒരു ആദർശത്തെ എതിർക്കുന്നുവോ അവരെ ആയുധം കൊണ്ട് നേരിടുക, അവരെ നിഷ്കാസനം ചെയ്യുക എന്നത് മനുഷ്യത്വത്തിന് ചേർന്നതല്ല. അത് ഏത് പ്രസ്ഥാനത്തിൻ്റെ ആയിരുന്നാലും അതാണ് കാണുന്നത്. അത് പോകുമ്പോൾ അങ്ങനത്തെ ഭീകരതയിലേക്ക് കടന്നുപോയാൽ ആ ഭീകര പ്രസ്ഥാനങ്ങളെ പഴിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യങ്ങളാണ്. നിങ്ങൾ നോക്കായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിച്ചുകൊണ്ട് ഒരു പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകനെ ഒരിക്കലും ശരിയായ മാർഗത്തിലൂടെ അല്ലാതെ ശിക്ഷയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആ ശിക്ഷയ്ക്ക് വിധേയമാക്കിയതിനെ എതിർക്കാൻ മുന്നിൽ നമ്മളുണ്ടായിരുന്നു. അത് ശരിയല്ല. അങ്ങനെയല്ല ആദർശത്തെ നേരിടേണ്ടത്. അത് പറഞ്ഞവരാണ് നമ്മൾ. പ്രവാചകനെ തന്നെ എതിർക്കുകയാണെങ്കിൽ ശരി, അതിന് ശിക്ഷ നടപ്പാക്കേണ്ട ഈ രൂപത്തിലല്ല. ഇതേ പ്രകാരം തന്നെയാണ് ഏതെങ്കിലും ജീവിക്കുന്ന ഒരു നേതാവിനെ എന്തെങ്കിലും പ്രതിഷേധം അറിയിച്ചാൽ അയാൾ നിഷ്കാസനം ചെയ്യുക എന്നത് അത് മനുഷ്യത്വത്തോട് ചേർന്നതല്ല. ഒരാദർശപരമായ വിയോജിപ്പിന്റെ പേരിൽ അവരെ കശാപ്പ് ചെയ്യുക എന്നത് അത് മനുഷ്യത്വത്തിന് അനുയോജ്യമല്ല. അതുകൊണ്ട് സമാധാനത്തിൻ്റെ മാർഗം, ദൈവത്തിൻ്റെ പ്രീതിയുടെ മാർഗം അത് സ്വീകരിക്കുക. അതിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഈ സമ്മേളനത്തിനും പ്രവർത്തനത്തിനും നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം, പ്രാർത്ഥനയുണ്ടാവണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ തുടക്കം കുറിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇതൊരു സൽക്കരമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനായ അധ്യക്ഷൻ, ഇവിടെ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഇതിൻ്റെ ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി CP ഉമ്മർ, ഈ ചടങ്ങിൽ ആശംസ നേരുന്ന മാന്യ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ ISM സംഘടനയുടെ പ്രവർത്തകരെ, നാട്ടുകാരെ, ISMൻ്റെ കേരള യൂത്ത് കോൺഫറൻസ് പാലക്കാട് വെച്ച് നടക്കുന്നതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ കൊയിലാണ്ടി വെച്ചൊരു പ്രഖ്യാപന സമ്മേളനം, അതിൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടത് സംഘടിപ്പിക്കുന്നത്. ഒരു നിറഞ്ഞ സദസ്സ് തന്നെ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു എന്നുള്ളത് ഈ സംഘടനയുടെ ശക്തി എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിലാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സമാധാനത്തിൻ്റെ മതമാണെന്നും വിശുദ്ധിയുടെയും നേരിൻ്റെയും വഴിയിലൂടെയാണ് അത് സഞ്ചരിക്കുന്നത് എന്നുള്ളതും ലോകസമക്ഷം ഉയർന്നു വരുന്നൊരു കാലമാണ്. പക്ഷെ എന്തുകൊണ്ടോ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ ഒരു ന്യൂനപക്ഷമാണെങ്കിലും ഈ എല്ലാ നല്ല വശങ്ങളെയും ഇല്ലായ്മ ചെയ്ത് തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും മുഖമണിഞ്ഞ് സമൂഹത്തിൻ്റെ മുമ്പിൽ പലപ്പോഴും അവർ ഒരു ഭീകര പ്രസ്ഥാനമായി അറിയപ്പെടുന്നു എന്നുള്ളത് നാം എല്ലാവരും, അതിന് മതമോ ജാതിയോ നോക്കാതെ എല്ലാവരും എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിച്ചൊരു കാര്യം, നമ്മുടെ നാട്ടിൽ സമാധാനമാണ് നമുക്ക് ആവശ്യമുള്ളത്. അക്രമം കൊണ്ടോ മറ്റേതെങ്കിലും ഒരു വിഭാഗീയത കൊണ്ടോ നമ്മുടെ നാട് മുന്നോട്ട് പോകില്ല. സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് വിദ്വേഷവും പകയുമെല്ലാം അവസാനിപ്പിച്ച് മനുഷ്യകുലത്തെ ഒന്നായി കാണുകയും വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ജാതികളുമെല്ലാമുള്ള നമ്മുടെ നാട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന നാടാണെന്നും അവരുടെ പാരമ്പര്യവും അനുഷ്ഠാനവും അവരവർക്ക് സ്വീകരിക്കാനുള്ള അവകാശവും
ധാർമ്മികതയുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് അവരുടെ ആശയപ്രചരണങ്ങളെ മറ്റൊരു അടിസ്ഥാനത്തിൽ ആശയം കൊണ്ട് നേരിടുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും സ്വീകരിക്കുന്നത് കരണീയമല്ല എന്നുള്ളത് നമുക്കെല്ലാം ഉറക്കെ പറയേണ്ടുന്നൊരു കാര്യം തന്നെയാണ്. ഇന്ന് ലോകത്താണെങ്കിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കപ്പെടാതെ പോയിക്കൂടാ. ഞാൻ ഈ അടുത്ത ദിവസം ഈ ഒരു വാർത്ത കണ്ടു. ബഹ്റിനെ സൗദി അറേബ്യയുടെ ഭാഗമായി ചേർക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് ഉന്നയിക്കുന്നത് സൗദി അറേബ്യയിലെ രാജാക്കന്മാരോ അവിടുത്തെ ഭരണാധികാരികളോ അല്ല, മറിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം പറയാണ് അമേരിക്കയോട് പലപ്പോഴും ഏറ്റുമുട്ടൽ നയം സ്വീകരിക്കുന്ന ബഹ്റിനെ, ആ ബഹ്റിലെ ഭരണാധികാരികളെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ അത് സൗദി അറേബ്യയുടെ കൂടെ തന്നെ ലയിപ്പിച്ചാൽ മാത്രമേ നടക്കൂ എന്നാണ് അമേരിക്കയുടെ തിട്ടൂരം. ലോകത്തെ പോലീസായി അമേരിക്ക ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യത്തെയും ആഭ്യന്തര പ്രശ്നങ്ങളിൽ അവർ പരസ്യമായി ഇടപെടുന്നുണ്ട്. പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അറാഫത്ത് ഒരു പ്രസ്ഥാനം തന്നെ രൂപപ്പെടുത്തി, PLO, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. സ്വന്തം പ്രതിഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണത്. അദ്ദേഹത്തിന്റെ ആ മഹത്തായ പ്രസ്ഥാനം അവിടെ യഹൂദന്മാർക്കെതിരായി പോരാട്ടം നടത്തി. അറബികളുടെ താല്പര്യം സംരക്ഷിക്കാൻ, മുസ്ലിം താല്പര്യം സംരക്ഷിക്കാൻ ആ പോരാട്ടം അനുസ്യൂതമായി പോയി. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ഭരണാധികാരികളിൽ നിന്ന് പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം അവർക്ക് കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ് ഉണ്ടായുള്ളത്. അറാഫത്തിന്റെ മരണശേഷം ആ പ്രസ്ഥാനത്തിൽ ശൈഥില്യം വന്നു എന്നുള്ളത് നമ്മൾ കാണും. ആ ശൈഥില്യം ഉപയോഗിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വം പാലസ്തീനിലെ നിരായുധരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യന്മാർക്കെതിരായി ഇസ്രായേലിനെ ആയുധവൽക്കരിച്ച് ഇസ്രായേലിന് ആവശ്യമായ തോക്കുകളും ആയുധങ്ങളും നൽകി ശക്തിയുടെ ബലത്തിൽ ആ രാജ്യത്തെ ജനതയെ കൊന്നൊടുക്കാൻ ആവശ്യമായ പൈശാചികത്വമാണ് ഇസ്രായേൽ ഭരണാധികാരികൾ ചെയ്തത്. അതിനാളും അർത്ഥവും നൽകിയത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇറാഖിലെ സദാം ഹുസൈൻ്റെയും സ്ഥിതി അതിൻ്റെയാണ്. ഒരു സ്വതന്ത്ര രാജ്യമായി പ്രവർത്തിക്കുന്ന ഇറാഖ്, ആ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായമോ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്ന ആ രാജ്യത്തെ ജനങ്ങളാണ് തിരുത്തേണ്ടത്, അല്ലാതെ അമേരിക്കയല്ല. എന്നാൽ ആ രാജ്യത്തെ ഭരണാധികാരിയെ അമേരിക്കയിൽ കൊണ്ടുപോയി നിഷ്കുരം കൊല ചെയ്യുകയും 1,00,000-ൽ അധികം വരുന്ന ഇറാഖിലെ പൗരന്മാരെ, സിവിലിയന്മാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ആ രീതിയിൽ ഒരു ഭരണാധികാരിയെ ആക്രമിക്കുകയും ചെയ്യുന്നത് ലോകത്തെ എല്ലാ മുസ്ലിം രാജ്യങ്ങളെ ജനങ്ങൾ മാത്രമല്ല, ലോകത്തെ എല്ലാ മതസ്ഥരും വിമർശിക്കപ്പെടുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഇത്തരം നീക്കത്തിനെതിരായി ലോകത്തെ ആകെ അടക്കിവാണ് തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന ഈ സാമ്രാജ്യത്വ സമീപനങ്ങൾക്കെതിരായി പോരാട്ടമാണ് ഇന്ന് ലോകം നടക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയിൽ തന്നെ ഈ പോരാട്ടം ശക്തിപ്പെടുന്നത്. സ്വന്തം രാജ്യത്തെ ജനത തന്നെ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നത് കാണുമ്പോൾ അത് സ്വാഗതം ചെയ്യേണ്ടതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാം ഒരു ജനപ്രതിനിധിക്ക്, ഇവിടുത്തെ ഒരു MLA എന്ന നിലക്ക് നിങ്ങൾ നേരിട്ട് കണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാം സ്നേഹത്തിന്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف المرسلين محمد وآله وصحبه أجمعين. വേദിയിലുള്ള KNM ജനറൽ സെക്രട്ടറി ജനാബ് CP ഉമർ സുല്ലമി അവർകളെ, ജനാബ് സലാഹുദ്ദീൻ മദനി അവർകളെ, മറ്റ് വേദിയിലുള്ള പ്രമുഖരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, ഇപ്രകാരം ISMൻ്റെ ഈ പ്രഖ്യാപന സമ്മേളനത്തിൽ ഒരു ആശംസ അർപ്പിക്കുവാനുള്ള അവസരം ലഭിച്ചു എന്നത് ഏറെ സന്തോഷകരമായി ഞാൻ കാണുന്നു. അതിന് തൗഫീഖ് നൽകിയ സർവശക്തനായ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഭാരവാഹികളോട് പ്രത്യേകമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഒരു കാലത്ത് ISMൻ്റെ പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന ഞാൻ പിന്നീട് ആരോഗ്യപരമായ കാരണങ്ങളാൽ KNMൻ്റെ രംഗത്ത് നിന്നും സജീവമായ പ്രവർത്തന രംഗത്ത് നിന്നും വിട്ടു നിൽക്കുകയാണ്. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്നിരുന്നാലും പഴയകാലത്തെ ISMൻ്റെ ആ ചോരയും അന്ന് എനിക്കുണ്ടായിരുന്ന ആവേശവും മരിക്കുന്നത് വരെ നിലനിൽക്കണം എന്ന ആഗ്രഹം കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ലഭിച്ചപ്പോൾ എന്തു വന്നാലും വേണ്ടില്ല എന്ന നിലയ്ക്ക് നിങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ പ്രമേയത്തെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തു അഹ്സാബിൽ 39-ാമത്തെ വചനമായി പറഞ്ഞ ഒരു വചനം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ഞാൻ പങ്കുവെക്കുന്നു. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഗൈറഹു വകഫാ ബില്ലാഹി ഹസീബ. പ്രവാചകന്മാരുടെ മാതൃക സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ഉത്തരവാദിത്വത്തിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ശേഷം ഈ ദൗത്യം ഏറ്റെടുക്കുന്ന പ്രബോധകരായ ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു ആശയം എന്ന നിലക്കാണ് ഖുർആൻ പറഞ്ഞത്. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നവരാണവർ. വയഖ്ശൗനഹു, ആ അള്ളാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ്. വലാ യഖ്ശൗന അഹദൻ ഗൈറല്ലാഹ്, അള്ളാഹു അല്ലാത്ത മറ്റൊരാളെയും അവർ ഭയപ്പെടുകയില്ല. വകഫാ ബില്ലാഹി ഹസീബ, കാര്യങ്ങൾ വിചാരണ ചെയ്യുവാൻ അള്ളാഹു മതിയായവനാണ്. വളരെ ഹ്രസ്വമായ ഒരു വാചകമാണെങ്കിലും അതിലടങ്ങിയ ആശയങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ചിന്തയെ തട്ടിയുണർത്തേണ്ട കാര്യമാണ്. എന്താണ് നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം? അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ല, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. റിസാലത്ത് എന്ന ഏകവചനം ഉപയോഗിക്കുന്നതിന് പകരം റിസാലാത്ത് എന്ന ബഹുവചനമാണ് അള്ളാഹു ഉപയോഗിച്ചത്. ആ റിസാലാത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു മനുഷ്യ സമൂഹത്തിന് നൽകിയ എന്തെല്ലാം ആശയങ്ങളുണ്ടോ, ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, അതെല്ലാം ആ ഒരൊറ്റ പദം ഉൾക്കൊള്ളുന്നു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ റിസാലത്തിൽ സർവോന്നതമായതും ഏറ്റവും പ്രാധാന്യമുള്ളതും എന്ന് നമുക്കറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ, അവനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ, അവനിൽ മാത്രമേ ഭരമേൽപ്പിക്കാൻ പാടുള്ളൂ. നേർച്ചകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന തൗഹീദിൻ്റെ കാതലായ വശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ അതിനപ്പുറത്തുള്ള ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന, അവൻ്റെ ഓരോ നിമിഷങ്ങളെയും തഴുകി കടന്നു പോകുന്ന, അവൻ്റെ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം.
ആ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിനെയാണ് ഭയപ്പെടേണ്ടത്, മറ്റാരെയും ഭയപ്പെടാൻ പാടില്ല എന്ന ഏറ്റവും ഗൗരവമുള്ള ഒരു മുന്നറിയിപ്പ് അള്ളാഹു നൽകുകയാണ്. ഇന്ന് പലപ്പോഴും പ്രബോധന രംഗത്ത് ആളുകൾ പലതിനെയും ഭയപ്പെടുന്നു, പലതും ഭയപ്പെടുന്നു, പലരെയും പേടിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയെ ആര് എങ്ങനെയൊക്കെ ഭയപ്പെടുത്തിയാലും ആ ഭയപ്പാട് അവൻ്റെ മനസ്സിൽ യാതൊരു ചലനവും ഉണ്ടാക്കുകയില്ല എന്നാണ്. ആളുകൾ എല്ലാവരും നിങ്ങൾക്കെതിരായി സംഘടിച്ചിരിക്കുന്നു. ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, നിങ്ങൾക്കെതിരായി ആളുകൾ സംഘടിച്ചിരിക്കുന്നു എന്ന് നമ്മളോട് പറയാൻ ഒരുപാട് ആളുകളുണ്ട്. പലരും നമ്മളോട് പറയുന്നത് അതാണ്, നിങ്ങളെന്താണ് കുറച്ച് ആളുകൾ ഈ തൗഹീദും പറഞ്ഞുകൊണ്ട് നടക്കുന്നു, നിങ്ങൾക്കെതിരായി സാമ്പത്തിക സ്രോതസ്സുകളില്ല, അതുപോലെ തന്നെ സ്വാധീനങ്ങളില്ല, വലിയ വലിയ നേതാക്കന്മാരും പണ്ഡിതന്മാരുമൊക്കെയുള്ള വലിയ വലിയ ആളുകൾ അപ്പുറത്തുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരുടെ കൂടെ പോയി കൂടാ? മർഹൂം കെ ഉമർ മൗലവി സാഹിബ് പറയാറുള്ള ഒരു വാചകമുണ്ട്, ഒരാൾ വലിയ ആളാണെങ്കിൽ വലിയ കുപ്പായം ഇടണം, അല്ലാതെന്താ? ഒരാൾ വലിയ ആളാണെങ്കിൽ വലിയ കുപ്പായം ഇടണം, അത്രയേ ഉള്ളൂ. വലിയ ആളാണ് എന്ന് വിചാരിച്ചിട്ട് പ്രബോധന രംഗത്ത് ഏതെങ്കിലും നിലക്കുള്ള ഒരു പതർച്ച ഒരു വിശ്വാസിക്കും ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അതേപോലെ തന്നെ പല നിലക്കുള്ള ഭയപ്പെടുത്തലുകൾ ഓരോ സന്ദർഭത്തിലും ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എന്തെല്ലാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടായിരുന്നുവോ ആ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമൊക്കെ തുടച്ചു നീക്കുവാൻ വേണ്ടി നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. ആ ത്യാഗങ്ങൾ സഹിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന യഥാർത്ഥ തൗഹീദും ഖുർആനും സുന്നത്തും ഒക്കെ മനസ്സിലാക്കിയ പുതിയ ആളുകൾ വീണ്ടും പഴയ അന്ധവിശ്വാസങ്ങളിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. നമ്മൾ സിഹിറിനെ ഭയപ്പെടണം, നമ്മൾ ജിന്നിനെ ഭയപ്പെടണം, നമ്മൾ പൂച്ചയെ ഭയപ്പെടണം, നമ്മൾ പട്ടിയെ പേടിക്കണം, അരങ്ങുന്നിടത്തെല്ലാം പേടി, എല്ലാം നിലക്കും അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ആ നിർഭയത്വം മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട വിശ്വാസികളെ പേടിയുടെ പടുകുണ്ടിലേക്ക് ആഴ്ത്തിവിടാൻ ആളുകൾ ശ്രമിക്കുന്നു. അവരെ വിമർശിക്കുന്നവർക്കെതിരെ വലിയ വലിയ ഉപജാപകങ്ങൾ നടക്കുകയാണ്. നിങ്ങൾക്കെന്തോ ഇതൊന്ന് നിർത്തിക്കൂടെ? നിങ്ങൾക്ക് ആ വലിയ ആളുകളുടെ കൂടെ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കൂടെ പോയിക്കൂടെ? അതുകൊണ്ടാണ് വലാ യഖ്ശൗന അഹദൻ ഗൈറല്ലാഹ് ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ ഇല്ലാതെ മറ്റാരെയും അവർ ഭയപ്പെടുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞത്. ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു ഒരു വലിയ മുന്നറിയിപ്പ് നൽകുന്നു, വകഫാ ബില്ലാഹി ഹസീബ, അള്ളാഹു മതി വിചാരണ ചെയ്യുവാൻ എന്നാണ്. അള്ളാഹു മതി വിചാരണ ചെയ്യുവാൻ. നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം അത് നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ ഓരോരുത്തരും നിർവഹിക്കേണ്ടതാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എങ്കിൽ അതിനെ സംബന്ധിച്ച് വിചാരണ ചെയ്യുവാൻ അള്ളാഹു എമ്പാടും മതിയായവനാണ് എന്ന ആ മുന്നറിയിപ്പ് കണക്കിലെടുത്തുകൊണ്ട് പ്രബോധന രംഗത്ത് നമ്മുടേതായ ദൗത്യങ്ങൾ നിർവഹിക്കുവാൻ നാം മുന്നോട്ട് വരിക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സമ്മേളനത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വായനയുടെ ഇസ്ലാമിക മാനം. ശബാബ് വാരിക, പുടവ, കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പംക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥികതയ്ക്കും നവയാഥാസ്ഥികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക, പുടവ, കുടുംബമാസിക. മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. അത്തൗഹീദ് ദ്വൈമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ, പഠന ഗവേഷണ രംഗങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ, ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക, മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് ദ്വൈമാസിക, KNM ഓഫീസ്, മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്.